ഗ്രന്ഥപ്രതിഷ്ഠയുള്ള കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ നവദിന മഹോത്സവത്തിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് നടക്കുന്നത്. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഗ്രന്ഥപ്രതിഷ്ഠയുള്ള കക്കോട് നവപുരം മതാതീത ദേവാലയത്തിൽ നവദിന മഹോത്സവത്തിൽ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് നടക്കുന്നത്. മഹോത്സവത്തിൻ്റെ രണ്ടാം നാളിൽ നവപുരം ദിശാസൂചക ഫലകം പ്രമുഖ കവി പി.കെ. ഗോപി അനാച്ഛാദനം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെ സ്വീകരിച്ച് ഗ്രന്ഥം നിറയോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് ദ്രാവിഡ ഭാഷാ സാഹിത്യ പുരസ്കാര സമർപ്പണം, കലാസാഹിത്യ പ്രതിഭകളെ ആദരിക്കുന്ന ആദരായണം ചടങ്ങ് തുടങ്ങിയ പരിപാടികൾ നടന്നു. ഗ്രന്ഥം നിറ ചടങ്ങിന് പ്രശസ്ത മലയാളം കവി പി.കെ. ഗോപി, കന്നഡ സാഹിത്യകാരന്മാരായ രാധാകൃഷ്ണ ഉളിയത്തടുക്ക, ഖാരിഷ് സുലായ, നവപുരം ദേവാലയ സ്ഥാപകൻ പ്രാപ്പൂയിൽ നാരായണ മാസ്റ്റർ, ദേവാലയ സെക്രട്ടറി സാബു മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവപുരം ദേവാലയത്തിലേക്ക് ഉത്സവകാലത്ത് നടക്കുന്ന അക്ഷരതീർത്ഥയാത്രയുടെ ഭാഗമായി വിവിധ ഭാഷകളിലെ കവികൾക്ക് സ്വീകരണം നൽകുകയും ബഹുഭാഷാ കവി സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. ബഹുഭാഷാ കവി സമ്മേളനം കവി പി.കെ. ഗോപി ഉദ്ഘാടനം ചെയ്തു. ഭൂമിയിൽ നന്മയുള്ളവരുണ്ട്, ഉറപ്പായുമുണ്ട്. കാരുണ്യമുള്ളവർ ഉണ്ട്, ഹിംസാത്മകതയുള്ളവരുണ്ട്. തെളിഞ്ഞ ബുദ്ധിയുണ്ടായിട്ടും മയക്കിയേ മതിയാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരും ഉണ്ട്. നൂറുകണക്കിന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളിടത്ത് നൂറുകണക്കിന് മദ്യശാലകളും സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലേ? നിങ്ങൾക്ക് അതിസമർത്ഥമായ ഹോട്ടൽ ഉള്ളിടത്ത് തൊട്ടടുത്ത് ആശുപത്രിയും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത്? അശ്ലീലം, ദുർഗന്ധം വമിക്കുന്ന ഭാഷയുടെ മുക്കിലും മൂലയിലും അതിമനോഹരമായി പനിനീർ ദലങ്ങൾ പോലെ, പത്മദലങ്ങൾ പോലെ ഉതിർന്നു വീഴുന്ന വിശിഷ്ട സുന്ദരമായ കാവ്യഭാഷ കൂടി ഉണ്ട് എന്നത് നാം അറിയണമല്ലോ. മറ്റാരാണ് അറിയേണ്ടത്? കൃത്രിമപാനീയം അടച്ചു വിൽക്കുന്ന അതേ ഗ്രാമത്തിലും നഗരത്തിലും അതിമനോഹരമായ ഇളനീർ കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൽപ്പവൃക്ഷ സമൃദ്ധി എന്ന് തിരിച്ചറിയാതെ പോയാൽ നിങ്ങൾ കാലത്തെയും ജീവിതത്തെയും നിങ്ങളെ തന്നെയും ഒരു പക്ഷേ കൈവിട്ടുകളെ. അപ്പോഴൊരു ദിശാസൂചന ഇല്ലാതെ വരികയും നിങ്ങൾക്ക് നവപുരത്ത് വരാൻ ഭാഗ്യമില്ലാതെ പോവുകയും ചെയ്യും. നവപുരത്ത് വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പുസ്തകത്തിന്റെ മഹാജ്ഞാനം കിട്ടും, ആ സന്ദേശം കിട്ടും എന്നാണ്. താഴെ ഒരു കൈചൂണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ദിശാസൂചന ഫലകം ഇന്ന് അവിടെ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അനാവരണം ചെയ്യാൻ കൂട്ടുകൈ ചേർത്ത് പിടിച്ചത് വ്യത്യസ്ത ഭാഷകളിലെ കവികളായത് യാദൃച്ഛികമാണോ? അല്ല, അങ്ങനെ സംഭവിച്ചേ കഴിയും. കവികളാണ് ദിശാസൂചി. ഇത് ചൂണ്ടുവിരലാണ്, ഇത് ചൂണ്ടാനുള്ള വിരലാണ്. കുഞ്ഞേ പോകരുത് അതുവഴി എന്ന് പറയാനുള്ളതാണ്. കുഞ്ഞേ അതുവഴി നീ പോകണം എന്ന് പറയാനുള്ളതാണ് ഈ ചൂണ്ടുവിരൽ. അതിവിശിഷ്ടമായ ശാരീരിക ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചൂണ്ടുവിരലേ, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുക പലപ്പോഴും അസാധ്യമായതിനാൽ സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രബോധത്തിന്റെയും അതിരില്ലാത്ത ആകാശത്തിന്റെയും പ്രതീകമായ ഒരു തള്ളവിരൽ നിനക്കുണ്ട്, തമ്പ് ഉണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിനെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു വിരൽ കൂടി ചേർത്ത് പിടിച്ച്, ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ചേർത്ത് പിടിച്ച്, ദിശാസൂചനയുടെ വിരലും സ്വാതന്ത്ര്യത്തിന്റെ വിരലും കൂടി ചേർത്ത് പിടിച്ചാണ് തൂലിക പ്രയോഗിക്കുന്നത്. ആ തൂലിക പ്രയോഗിക്കാൻ അർത്ഥയുക്തമായ ശാരീരിക ചലനങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കുണ്ട് എന്ന് ചോദിച്ചാൽ എഴുത്തുകാർക്കുണ്ട് എന്നാണ് മറുപടി. അങ്ങനെയാണ് എഴുത്തുകാർ മഹത്വമുള്ളതായി ചേർന്നിരിക്കുന്നത്. ഈ എഴുത്തുകാർ ഇവിടെയല്ലേ വരേണ്ടത്, അല്ലേ? 1000 ദേവാലയങ്ങൾ സന്ദർശിച്ചാലും നവപുരത്തെ മതാതീത ദേവാലയം പകർന്നു നൽകുന്ന ചെറുശ്ശേരി ഗ്രാമത്തിന്റെ പരമ്പരാഗതമായ കാവ്യ സംസ്കൃതി പകർന്നു നൽകുന്ന ഈ ഇടത്തിൽ, ഈ ഭൂമികയിൽ, ഈ ഗ്രാമത്തിൽ കാലുകുത്തിയതോടുകൂടി അതിധന്യമായ ജീവിത നിമിഷം ഹൃദയത്തിൽ മുദ്രിതമായിരിക്കുന്നു, ഓർമ്മയിൽ മുദ്രിതമായിരിക്കുന്നു. ഈ ചരിത്ര സംഭവത്തിന്റെ, ഈ നിമിഷത്തിന്റെ, ഈ സ്നേഹ കൂട്ടായ്മയുടെ അർത്ഥം വലിയ അഭിമാനബോധത്തോടും ആത്മാർത്ഥതയോടും ഉള്ളിൽ കുറിച്ചിട്ട് ഞാൻ ദുഃഖാംബരങ്ങൾക്കപ്പുറം
എന്ന കവിത ചൊല്ലിക്കൊണ്ട് ഈ നവപുരം മഹോത്സവം, അക്ഷര മഹോത്സവം, ഗുരുസ്ഥാനീയരുടെ ഓർമ്മ തിളങ്ങി നിൽക്കുന്ന ഈ മഹോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സാബു മളിയക്കൽ, രാധാകൃഷ്ണ ഉളിയത്തെടുക്ക, ആനന്ദകൃഷ്ണൻ അടിച്ചേരി, ഡോക്ടർ ആര്യ ഗോപി, ഹരീഷ് സുലായ തുടങ്ങിയവർ സംസാരിച്ചു. ബഹുഭാഷാ കവി സഭയിൽ സംസ്കൃതം, കന്നഡ, ഹിന്ദി, തുളു, മറാഠി, കരാട, കൊങ്കണി, ഹവ്യക, മലയാളം തുടങ്ങി ഭാഷകളിലെ കവികൾ കവിതകൾ അവതരിപ്പിച്ചു. വിവിധ ഭാഷകളിൽ എഴുതുന്ന എഴുത്തുകാരന്മാർ നവപുരം സാഹിത്യസഭയിലും ബഹുഭാഷാ കവിസഭയിലും ജ്ഞാന സദസ്സിലും പങ്കെടുത്തു. ബഹുഭാഷാ കവിസഭയിൽ ദിനേശ് കുണ്ടാർ, സുശീല പെരിയാണ, വിജയ കാന, സുമന കരിമ്പില, സുഭാഷ് പെർല, അനുരാധ രാജീവ്, അവനി കരിമ്പില, പ്രേമ ആർ ഷെട്ടി, ശശികല എ വി, മധു നമ്പ്യാർ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ മുതലായ കവികൾ പങ്കെടുത്തു. 8 ദിവസങ്ങളിലായുള്ള ആഘോഷം മെയ് 3-നാണ് സമാപിക്കുക. മഹാഛത്രപതികൾ അണിഞ്ഞതാണൊക്കെയും എത്ര സിംഹാസനം ചിതലരിച്ചു, മഹാവിക്രമാധീശർ ഇരുന്നതാണൊക്കെയും എത്ര കഴുമരം തലകുനിച്ചു, മഹാസത്യാഗ്നികെട്ട ദുരന്തമാണൊക്കെയും എത്ര ബലിമൃഗം ചോരതൂവി, മഹാദുഃഖങ്ങൾ പെയ്തു മറഞ്ഞതാണൊക്കെയും. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.